ഹലോ വെൽക്കം ടു ഡ്രീമീസ് ആർട്ട് വേൾഡ്. ഇന്ന് ഞാൻ ചുണ്ടുകളാണ് വരയ്ക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ചുണ്ട് വരച്ചിട്ടില്ലേ? ഞാനും വരച്ചിട്ടുണ്ട്. ആദ്യം ഇതുപോലെ ഔട്ട്ലൈൻ മാത്രം ഇട്ടാണ് ഞാൻ ചുണ്ട് വരച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് റിയലിസ്റ്റിക് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈനെ ഫസ്റ്റ് ഇട്ട് അതിന് ക്രോസായി മധ്യഭാഗത്തൂടെ ഒരു ക്രോസ് ലൈൻ ഇട്ട് കണ്ടോ, എനിക്ക് ആവശ്യമായ ചുണ്ടിൻ്റെ അളവിൽ ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കും. ചുണ്ടിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അതുപോലെ പലർക്കും പല ഷേപ്പിലല്ലേ, നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കും. പിന്നെ ഹാർഡായിട്ട് വരയ്ക്കരുത്, സോഫ്റ്റായിട്ട് വരയ്ക്കണം. നമുക്ക് വേണ്ടാത്ത ലൈൻസൊക്കെ മായ്ച്ച് കളയുമ്പോൾ സോഫ്റ്റായിട്ട് വരയ്ക്കുന്നത് കുറച്ചും കൂടെ വൃത്തിക്കിരിക്കും. നമുക്ക് ചുണ്ടിൻ്റെ നടുക്ക് ഭാഗം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചുണ്ടിൻ്റെ മേൽചുണ്ട് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്യാൻ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കുകയാണ്. ലൈറ്റായിട്ടാണ് കേട്ടോ ആദ്യം ഷെയ്ഡ് ചെയ്യേണ്ടേ. എന്നിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സ്പ്രെഡായി നമുക്കൊരു പ്രത്യേക ഷെയ്ഡ് കിട്ടും. നമ്മൾ അതിന് മുകളിൽ കൂടെ ഒത്തിരി ഹാർഡായിട്ട്, ഒത്തിരി ഹാർഡല്ല എന്നാലും അടുത്ത് കൂടെ ഹാർഡായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പിക്ചറിൻ്റെ ലൈറ്റൊക്കെ അനുസരിച്ച് കുറച്ചും കൂടെ ഹാർഡാക്കി. അതുപോലെ തന്നെ താഴേന്ന് മുകളിലോട്ടും നമ്മൾ മേൽചുണ്ടിൻ്റെ ഭാഗം ഭാഗത്തും താഴെച്ചുണ്ടും ഇതുപോലെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ള രീതിയിൽ ഷെയ്ഡ് ചെയ്യുകയാണ്. നടുക്ക് ഭാഗത്ത് ചെറിയ വെട്ട്. ഇനി അപ്പുറത്തെ ഭാഗവും അതുപോലെ നമ്മൾ ചെയ്യുകയാണ് മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ള രീതിയിൽ. നമ്മൾ താഴേന്ന് മുകളിലോട്ട് എന്നുള്ള രീതിയിൽ താഴ്ഭാഗം ചെയ്യുകയാണ്. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഒന്ന് വെച്ച് ഹാർഡായിട്ട് വരയ്ക്കാം. ഒരുപാട് ഹാർഡല്ല, എന്നാലും ഹാർഡായിട്ട്. നമ്മൾ ചുണ്ടിന് വരയ്ക്കുന്ന ഔട്ട്ലൈൻ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ആ ലൈനോട് ചേരുന്ന ഹാർഡായിട്ടുള്ള ലൈൻസ് ഷെയ്ഡിന് കൊടുക്കുന്നത്. ഇനി നമുക്ക് താടിയുടെ ഭാഗം, നമ്മുടെ ചുണ്ടിൻ്റെ താഴ്ഭാഗം, താടിയുടെ ഭാഗവും ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ്. മൂക്കിൻ്റെ താഴെ ചുണ്ടിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗവും നമ്മളൊന്ന് ഇതാക്കുകയാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചുണ്ടിൻ്റെ സെൻറ്റർ ഭാഗമില്ലേ, അവിടെ നമ്മുടെ ചുണ്ടിന് കൊടുത്ത് ഷെയ്ഡിനേക്കാളും ഇതിൽ കൂടെ നല്ല ഹാർഡ് കളറായിരിക്കണം. എന്നാലേ നമ്മുടെ ചുണ്ടിന് ഇത്തിരി എടുപ്പ് തോന്നത്തുള്ളൂ.
നമ്മുടെ ചുണ്ടിൻ്റെ ലൈൻസൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ ലൈൻസൊക്കെ, അതൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാമേ. ലൈൻസ് ഇടുമ്പം സ്ട്രൈറ്റായിട്ട് വരയ്ക്കരുത്, ഒന്ന് ഒരു ഷേപ്പിൽ, ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇടാൻ ശ്രമിക്കണം. ഞാൻ എൻ്റെ ചുണ്ടിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട്, താഴ്ചുണ്ടിൻ്റെയും മേൽച്ചുണ്ടിൻ്റെയും നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് റബ്ബ് ചെയ്യുക. കാരണം ആ ഒരു ലൈറ്റ്, ആ ഒരു നല്ലൊരു പ്രത്യേക ഷെയ്ഡ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. ആദ്യം വരച്ച ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും തമ്മിലുള്ള വ്യത്യാസം കണ്ടാലേ നമുക്കത് മനസ്സിലാകും. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇന്ന് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ആ ബെല്ലൈക്കണം. താങ്ക് യു.